ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയമായ സാന്നിധ്യം വിനേഷ് ഫോഗട്ടാണ്. ജുലാന സീറ്റിലാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വിനേഷ് ഫോഗട്ട് നൽകിയ മറുപടികൾ വളരെ ചർച്ചകളായിരിക്കുകയാണ്. ഹരിയാനയിൽ ആര് മുഖ്യമന്ത്രിയായി വരണമെന്നതാണ് തന്റെ ആഗ്രഹം എന്നുള്ള ചോദ്യത്തിന് പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ഫോഗട്ടിന് സാധിച്ചിരുന്നു. പക്ഷെ രണ്ടാമത്തെ ചോദ്യത്തിന് കൃത്യമായ മറുപടി തന്നെ നൽകേണ്ടി വന്നു വിനേഷ് ഫോഗട്ടിന്. അതാണിപ്പോൾ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ആദ്യ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഹരിയാനയിൽ കോൺഗ്രസ് വിജയിച്ചാൽ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് ദേവേന്ദ്ര സിംഗ് ഹൂഡയെയാണോ, അതോ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയെയാണോ, അതോ കുമാരി ഷെൽജയെയാണോ എന്നതായിരുന്നു. ഇതായിരുന്നു മാധ്യമങ്ങളുടെ ആദ്യ ചോദ്യം. അതിൽ ഫോഗട്ട് പറഞ്ഞത് ഇവരിൽ ആര് മുഖ്യമന്ത്രിയായി വന്നാലും തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നതാണ്. സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരണം, സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ ഇനി കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണം. മുഖ്യമന്ത്രി ആര് എന്നത് താൻ ശ്രദ്ധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, തനിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമില്ല. അതല്ലാതെ മറ്റേത് കാര്യത്തിനും താൻ പാർട്ടി തീരുമാനത്തോടൊപ്പം ഉണ്ട് എന്നുള്ള മറുപടിയാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിന് മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ മറുപടി നൽകി വിനേഷ് ഫോഗട്ട്. ആ ചോദ്യം ഇതായിരുന്നു: രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ, ഇവരിൽ ആരെയാണ് പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹം എന്ന ചോദ്യമായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറാൻ വിനേഷ് ഫോഗട്ട് തയ്യാറായില്ല. അവർ പറഞ്ഞത് ഒറ്റ പേരാണ്, അത് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയായി വരാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മറുപടിയാണ് വിനേഷ് ഫോഗട്ട് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയായി വരണമെന്നത് ആഗ്രഹമുണ്ടെങ്കിലും ഒരു വനിത എന്നുള്ള നിലയിൽ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയായി വരുന്നത് തന്റെ സ്വപ്നമാണ് എന്നതാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞത്. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അഭിമാനമാണ്. മാത്രമല്ല, പ്രിയങ്കയെ നെഞ്ചോട് ചേർക്കാൻ മറ്റൊരു കാര്യം കൂടി ഫോഗട്ട് തുറന്നു പറയുന്നുണ്ട്. വനിതാ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട സമരത്തിൽ കേന്ദ്രം അവഗണന നൽകിയപ്പോൾ മാനസികമായി തകർന്ന് രാജ്യം വിടാൻ പോലും തയ്യാറെടുപ്പുകൾ നടത്തിയതായി വിനേഷ് ഫോഗട്ട് പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ തനിക്ക് ധൈര്യവും മുന്നോട്ട് പോകാനുള്ള കരുത്തും തന്നത് പ്രിയങ്ക ഗാന്ധിയാണ് എന്നതാണ് ഫോഗട്ട് പറയുന്നത്. രാജ്യത്ത് പലയിടങ്ങളിലും രാഹുലിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും പലരും പറയുന്നത് ഭാവി പ്രധാനമന്ത്രി എന്ന നിലയിലാണ്. അവിടെയാണിപ്പോൾ വിനേഷ് ഫോഗട്ട് എന്ന രാജ്യം ആദരിക്കുന്ന ഒരു താരം പ്രിയങ്ക ഗാന്ധിയുടെ പേര് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇതൊരു ചർച്ചയായി മാറിയിട്ടുമുണ്ട്.